ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. ഞാനൊരു സോഹോ ബുക്സിൻ്റെ കൺസൾട്ടൻ്റ് ആണ്. കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് കേരള ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയിലാണ്. എങ്ങനെയായിരുന്നു എൻ്റെ ഈ കരിയർ ജേണി എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബാക്ക് 2 ഇയേഴ്സ് മുന്നെയാണ് ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. ആ ടൈമിൽ അവർ സോഹോ ബുക്സിൻ്റെ ഓതറൈസ്ഡ് പാർട്ട്ണറായിരുന്നു. ഇപ്പം പ്രീമിയം പാർട്ട്ണറായിട്ടുള്ളൊരു കമ്പനിയാണ്. ഇൻഡീഡ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റിലാണ് ഞാൻ ഈ ഒരു ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി കാണുന്നത്. അതിനുശേഷം ഞാൻ അതിൽ അപ്ലൈ ചെയ്തു. എനിക്കൊരു കോൾ വരികയായിരുന്നു ചെയ്തത് ഇൻ്റർവ്യൂവിനായിട്ട്. ആ ടൈമിൽ എൻ്റെ ഒരു കരിയർ ബ്രേക്ക് വന്ന ടൈമായിരുന്നു. ഒരു പേഴ്സണൽ റീസൺസ് കൊണ്ട് ഒരു 6 മന്ത്സ്. ആ സമയത്ത് ഞാൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കിതുപോലെ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വർക്ക് ഫ്രം ഹോം തന്നെ ഫിൽറ്റർ ചെയ്തിട്ട് ആ ടൈപ്പുള്ള ജോബ് നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ ഒരു അക്കൗണ്ടിങ് കരിയർ തന്നെയാണ്. ഞാൻ അക്കൗണ്ടൻ്റായിട്ടും അക്കൗണ്ട്സ് മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ടൈമായിരുന്നു അത്. അതിനുശേഷം എനിക്കിവിടെ സൈഡിൽ നിന്ന് ഒരു കോള് വന്നു. ആ കോളിലുണ്ടായിരുന്നത് സോഹോ ബുക്സ് പഠിക്കണം, സോഹോ ബുക്സ് ക്ലയൻറ്റിന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അവരുടെ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ റോൾ ഉണ്ടായിരുന്നത് ആ ടൈമിൽ. അപ്പം ആ സമയത്ത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടാലിയും അതേപോലെ ക്യുക്ക് ബുക്ക് എനിക്ക് അറിയാമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. ഞാൻ സോഹോ ബുക്സ് പഠിക്കാം. അതിനുശേഷം എനിക്കൊരു നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ടൈമിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യണം സോഹോ ബുക്സിൻ്റെ ഫീച്ചേഴ്സും എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളത് പ്രസൻറ്റ് ചെയ്യണം. അതായിരുന്നു ആ ഒരു കോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈം ഗ്യാപ്പ് കൊണ്ട് തന്നെ സോഹോ ബുക്സിൻ്റെ വർക്കിങ്ങും ഒന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ടും ഞാൻ പഠിച്ചു. ദെൻ ലാസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിൽ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതിൽ അവർ ഇംപ്രസ്ഡ് ആയി. അങ്ങനെയാണ് ഞാൻ ഈ ജോബിലേക്ക് സെലക്ട് ആവുന്നത്. അപ്പം ആ ഒരു കരിയറിൻ്റെ ഒരു ഫസ്റ്റ് ഇയർ എന്നൊക്കെ പറയുമ്പം നമ്മൾ ശരിക്കും ലേണിംഗ് ആയിരുന്നു. ജസ്റ്റ് ക്യുക്ക് ബുക്കിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സോഹോ ബുക്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പം ഇനിയും കൂടുതലായിട്ട് നമുക്ക് പഠിക്കണമായിരുന്നു. ഓരോ ക്ലയൻറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർ മാർക്കറ്റിംഗ് ആയിരിക്കും, ചിലർ റീറ്റെയിൽ ആയിരിക്കും, ചിലർ ഇ കൊമേഴ്സ് ബിസിനസ് ആയിരിക്കും. അങ്ങനെ സർവീസും മാനുഫാക്ചറിങ്ങും ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ക്ലയൻസ് നമുക്കുണ്ടാവും. അപ്പം ഈ ഓരോ ക്ലയൻസിനും എങ്ങനെയാണ് നമ്മൾ കസ്റ്റമൈഡ് ആയിട്ട് ഈ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഫങ്ഷൻസും പഠിക്കുകയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ജേർണിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ടീം മെമ്പേഴ്സും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 2 ഇയർ കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫങ്ഷൻസും പഠിച്ച് സോഹോ ബുക്സിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു മാസ്റ്ററായി നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെ എൻ്റെ കമ്പനി തന്നെയാണ് ഈ ഒരു സോഹോ ബുക്സ് കൺസൾട്ടൻറ്റിനായിട്ടുള്ള ഒരു എക്സാം എൻറോൾ ചെയ്യുന്നതും എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നതും എൻ്റെ കമ്പനി ത്രൂ തന്നെയാണ്. അങ്ങനെയാണ് സോഹോ ബുക്സിൻ്റെ ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുന്നത്. ആ എക്സാം നമ്മൾ പാസ്സായതുകൊണ്ടാണ്. ഈ ഒരു കരിയറിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കമ്പനിയും ഇതിലെ ടീം മെമ്പേഴ്സും തന്നെയായിരുന്നു. ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ കമ്പനിയിൽ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ടീം ലീഡായിട്ടാണ് ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബെസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത് തന്നെയാണ്. കറൻ്റ്ലി ഞാൻ ചെയ്യുന്ന വർക്കും ഇത് തന്നെയാണ്. നമ്മൾ ക്ലയൻസിന് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നു, ട്രെയിനിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ അതിന് ശേഷം വരുന്ന എന്ത് ക്വറീസും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ സോഹോ ബുക്സ് മാത്രമല്ല, നമുക്ക് സോഹോയിൻ്റെ എല്ലാ ഫിനാൻസ് പ്രൊഡക്ട്സും എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. സോഹോ പീറോള്, അതേപോലെ സോഹോ എക്സ്പെൻസ്, സോഹോ ഇൻവോയ്സ്, ഇതൊക്കെ സോഹോയിന് റിലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രൊഡക്ട്സ് തന്നെയാണ്. എൻ്റെ സോഹോ കൺസൾട്ടൻറ്റിലേക്കുള്ള ഒരു ജേർണി എന്ന് പറയുന്നത് കഴിഞ്ഞ 2 വർഷം മുന്നേ എന്നൊക്കെ പറയുമ്പം സോഹോ എമർജ് ചെയ്ത് വരുന്ന ടൈമായിരുന്നു. പക്ഷെ ഇപ്പം വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. ടാലിയൊക്കെ റീപ്ലേസ് ചെയ്ത ആളുകൾ സോഹോയെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ടൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിനൊക്കെ എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും മൊബൈൽ ത്രൂ തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് റിപ്പോർട്ട്സ് ആണെങ്കിലും അതേപോലെ ക്യാഷ് ബാലൻസ് ഒക്കെ ആണെങ്കിലും അവരുടെ മൊബൈലിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് സോഹോ ബുക്സ് ഇത്രയും പോപ്പുലർ ആയിട്ട് വരുന്നത്. നിങ്ങൾക്കും സോഹോയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് മാത്രമല്ല, ഇതേപോലെ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടും വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇനി വരുന്നുണ്ടാവും. അപ്പം സോഹോ ബുക്സ് പഠിക്കുക. സോഹോ ബുക്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ തവണ ചെയ്തിരുന്നു. അത് കണ്ടിട്ട് നമ്മൾ ഇതുപോലെ ട്രെയിനിങ് കോഴ്സിനൊക്കെ ഓപ്റ്റ് ചെയ്തിട്ട് അവരുടെ അസസ്മെൻറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നമുക്കൊരു സർട്ടിഫിക്കറ്റും കിട്ടും. അതിനുശേഷം നമുക്ക് ഏത് കമ്പനിയിൽ വേണമെങ്കിലും അക്കൗണ്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻസ് കരിയർ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം സോഹോ ബുക്സ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്തെടുക്കാനാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണെങ്കിലും. വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് സോഹോ ബുക്സിനാണെങ്കിലും സോഹോനെ റിലേറ്റ് ചെയ്യുന്ന ഫിനാൻസ് പ്രൊഡക്ട്സിനെ പറ്റിയാണെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക. താങ്ക് യു സോ മച്ച്.